ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ബാലൻസ് കുറച്ച് പോർഷനാണ്. നമ്മൾ പറഞ്ഞായിരുന്നു ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഫോർമുലയാണ് -b + or -√b² - 4ac/2a. അതിൽ അതായത് b² - 4ac എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ട് കിട്ടും. ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ റിയൽ റൂട്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഫോർമുല -b + or -√b² - 4ac / 2 എന്ന് പറഞ്ഞ ഫോർമുലയിൽ ആ സ്ക്വയർ റൂട്ടിൻ്റെ സൈനിൻ്റെ അണ്ടറിലുള്ള ആ ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ ഡിസ്ക്രിമിനൻ്റ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് b² - 4ac. ആ ഇക്വേഷനിലെ b² - 4ac എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിസ്ക്രിമിനൻ്റ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്രീക്ക് ഡെൽറ്റ എന്ന് പറയുന്ന ഇത് വെച്ചിട്ടാണ് അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെൽറ്റ രീതിയിലാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ റിയൽ കോഎഫിഷ്യൻ്റ് ഉള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് ഒന്നോ രണ്ടോ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള റിയൽ റൂട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ 2 ഡിസ്റ്റൻറ്റ് കോംപ്ലക്സ് റൂട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു കേസിൽ ആ ഒരു ഡിറ്റർമിനൻ്റ് ആണ് എത്രത്തോളം നമ്പേഴ്സും റൂട്ടിൻ്റെ നേച്ചറും ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ, അതായത് b² - 4ac എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ റൂട്ട് ഉണ്ടാവും, ലെസ് ദാൻ 0 ആണെങ്കിൽ റൂട്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഡിസ്ക്രിമിനൻ്റ് വെച്ചുകൊണ്ടാണ് ആ ഒരു ഇക്വേഷന് നമ്പറും അതിൻ്റെ നേച്ചർ ഓഫ് റൂട്ടൊക്കെ ഏതാണെന്നുള്ളത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഡിസ്ക്രിമിനൻ്റ് എന്ന് പോസിറ്റീവ്, അതായത് b² - 4ac എന്ന് പറയുന്നത് ആ ഒരു വാല്യൂ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ 2 ഡിസ്റ്റൻറ്റ് റൂട്ട് ഉണ്ടാവും. അത് രണ്ടും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇനി ആ ഒരു ഡിസ്ക്രിമിനൻ്റ് b² - 4ac എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡിസ്റ്റൻറ്റ് റിയൽ റൂട്ട് ഉണ്ടാവും. സംടൈംസ് ചിലപ്പോൾ ഒരു ഡബിൾ റൂട്ട് ഉണ്ടാവും. അപ്പോൾ x എന്ന് പറയുമ്പോൾ -b / 2a എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യാം. ഇനി ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് ആണ്, അതായത് b² - 4ac ചെയ്യുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ റിയൽ റൂട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 3 കണ്ടീഷനാണ് ഈ ഡിസ്ക്രിമിനൻ്റിൽ പറയുന്നത്. ഡിസ്ക്രിമിനൻ്റ് b² - 4ac എന്നുള്ള ഡിസ്ക്രിമിനൻ്റ് അത് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ നമുക്ക് ഡിസ്റ്റൻറ്റ് റൂട്ട് ഉണ്ടാവും 2 0 ആണെന്നുണ്ടെങ്കിൽ ഒരു റിയൽ റൂട്ടും ആയിരിക്കും ഉണ്ടാവുക. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് റിയൽ റൂട്ട്സ് ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഡിസ്ക്രിമിനൻ്റ് ബേസിസിലാണ് ആ ഇക്വേഷന് റൂട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ട് എന്ന് പറയുന്നത് ഡിസ്റ്റൻ്റ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുന്നത് ഒരു നോൺ സീറോ നമ്പറും ആയിരിക്കണം. അതേപോലെ റൂട്ട് റിയൽ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിമിനൻ്റ് നോൺ നെഗറ്റീവ് ആയിരിക്കണം. നമ്മൾ ആ റൂട്ട് ചെയ്ത് b² - 4ac എന്ന് പറയുന്നത് ഡിസ്റ്റൻ്റ് ആവുന്നത് ആ ഒരു കിട്ടുന്ന ഉത്തരം നോൺ സീറോ ആയിരിക്കും വേണം. അതുപോലെ തന്നെ അത് റിയൽ ആവണമെന്നുണ്ടെങ്കിൽ, ആ കിട്ടുന്ന ഉത്തരം റിയൽ നമ്പർ ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്ക്രിമിനൻ്റ് നോൺ നെഗറ്റീവ് നമ്പറും ആയിരിക്കണം. നമുക്കപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫൈൻഡ് 2 കോൺസിക്യൂട്ടീവ് ഓഡ് പോസിറ്റീവ് ഇൻറ്റീജർ സം ഓഫ് ഹൂസ് സ്ക്വയർ ഈസ് 290 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് 2 കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഓഡ് ഇൻറ്റീജറാണ്. ആ നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ സം എന്ന് പറയുന്നത് 290 ആണ്. അതായത് സം ഓഫ് ഹൂസ് സ്ക്വയർ ഈസ് 290. അപ്പോൾ ആ 2 നമ്പറിൻ്റെയും സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ 290 ആയിരിക്കും. അപ്പോൾ അത് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു നമ്പറിന് ഒരു 2 നമ്പറാണ്, അതിൽ സ്മോൾ നമ്പറിനെ നമ്മൾ x ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ മറ്റേ നമ്പർ സ്മോളർ നമ്പർ x ആണെങ്കിൽ അതിനെക്കാളും വലുതായിരിക്കും മറ്റേ നമ്പർ അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യാം, x + 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണ്. 2 കോൺസിക്യൂട്ടീവ് ഓഡ് പോസിറ്റീവ് ഇൻറ്റീജർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഓഡ് ആയതുകൊണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ആ നമ്പറിനെ വെച്ച് നോക്കുന്ന സമയത്ത് 2 നമ്പർ ആ നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അടുത്ത ഓഡ് നമ്പർ നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് 2 ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്മോളർ നമ്പർ x ആയി എടുത്തു. അടുത്ത ഓഡ് നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ ലാർജ് നമ്പർ ആയിരിക്കില്ല, ഈ സ്മോൾ നമ്പറിനെക്കാളും വലിയ നമ്പർ ആയിരിക്കില്ല. അതുകൊണ്ട് x + 2 ആയിട്ട് നമ്മളതിനെ എടുത്തു. ഇനി നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് സം ഓഫ് ഹൂസ് സ്ക്വയർ, ഈ 2 നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ സമ്മാണ് 290 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ x² x + 2ൻ്റെ സ്ക്വയർ പറയുമ്പോൾ x + 2 ഹോൾ സ്ക്വയർ ആണ്. ഇത് രണ്ടിൻ്റെയും സമ്മാണ് 290. അതുകൊണ്ടാണ് x² + x + 2 ഹോൾ സ്ക്വയർ = 290 ആക്കും. എന്നിട്ട് നമ്മൾ x² ആ x + 2 ഹോൾ സ്ക്വയർ എന്നുള്ളത് a + b ഹോൾ സ്ക്വയറിൻ്റെ ഫോമിലായിരിക്കണം. അപ്പോൾ അത് സോൾവ് ചെയ്യുക. a² + 2ab + b² എന്നുള്ള ഫോമിലേക്ക് നമ്മൾ അതിനെ ആക്കണം. അപ്പോൾ x² + 4x + 4 = 290 കിട്ടും.
അതിൽ നമ്മൾ എന്താണ് എക്സ് സ്ക്വയറും അതേപോലെ തന്നെ എക്സ് സ്ക്വയറും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 2x സ്ക്വയർ കിട്ടും, പ്ലസ് 4x പ്ലസ് 4 ഈക്വൽ ടു 290 എന്നുള്ള രീതിയിലാവും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ എന്ന് പറയുമ്പോൾ 2x സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് 2x സ്ക്വയർ പ്ലസ് 4x പിന്നെ 290 ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ മൈനസ് 290 ആവും. അപ്പോൾ നമുക്ക് അത് മൈനസ് ചെയ്യുന്ന സമയത്ത് മൈനസ് 286 കിട്ടും. അപ്പോൾ 2x സ്ക്വയർ പ്ലസ് 4x മൈനസ് 286 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിൽ നമ്മൾ അതിനെ ആ ഇക്വേഷനെ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് വെട്ടി പോകുന്ന അത് കട്ടായി പോകും. അങ്ങനെ വരുന്ന സമയത്ത് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 143 ഈക്വൽ ടു 0. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. എക്സ് സ്ക്വയർ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിക്ക് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അതായത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണ്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇതിൽ ബി എന്ന് പറയുന്നത് 2 ആണ്, എ എന്ന് പറയുന്നത് 1 ആണ്, സി എന്ന് പറയുന്നത് മൈനസ് 143. നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് മൈനസ് ബി സ്ക്വയർ മൈനസ് 4 × 1 × മൈനസ് 143 ഡിവൈഡഡ് ബൈ 2a, അതായത് 2 × 1. ഇനി -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ്, മൈനസ് ദെൻ 4 × 1 × മൈനസ് 143 എന്ന് പറയുമ്പോൾ മൈനസ് 572 ദെൻ ഡിവൈഡഡ് ബൈ 2. അതിൽ -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 മൈനസ് 572 ആണ്. ആ മൈനസ് മൈനസും കൊണ്ട് പ്ലസ് ആകുമ്പോൾ 4 പ്ലസ് 572 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 576 ഡിവൈഡഡ് ബൈ 2 കിട്ടും. അപ്പോൾ 576ൻ്റെ റൂട്ട്, അപ്പോൾ ഇവിടെ നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 576 കിട്ടും. അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 24 ആണ്. അതെന്താണ്, 0-നെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പറാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ റിയൽ റൂട്ട് നമുക്ക് കിട്ടുന്നുള്ളത്. ഇനി നമ്മൾ ഫർദറായിട്ട് അത് സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ -2 പ്ലസ് ഓർ മൈനസ് 24 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ പ്ലസ് ഓർ മൈനസ് ആണ്, അപ്പോൾ പ്ലസും ചെയ്യണം മൈനസും ചെയ്യണം. അപ്പോൾ രണ്ട് വാല്യൂസാണ് നമുക്ക് കിട്ടുക. അപ്പോൾ -2 പ്ലസ് 24 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടും. അതുപോലെ -2 മൈനസ് 24 ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് -13 കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 11 ഓർ 13. മറ്റൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. സോൾവ് 5x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ എ എന്ന് പറയുന്നത് 5 ആണ്, ബി എന്ന് പറയുന്നത് 2 ആണ്, സി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമുല -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. അപ്പോൾ -b പറയുമ്പോൾ ഇവിടെ 2 ആണ്, അപ്പോൾ -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 സ്ക്വയർ മൈനസ് 4 × എ എന്ന് പറയുന്നത് 5 ആണ്, സി എന്ന് പറയുന്നത് 1, 4 × 5 × 1 ഡിവൈഡഡ് ബൈ 2 × 5 ഈക്വൽ ടു -2 പ്ലസ് ഓർ മൈനസ് 2 സ്ക്വയർ 4 ആണ്, 4 മൈനസ് 4 × 5 × 1 എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ 10. ദെൻ -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 4 മൈനസ് 20 പറയുമ്പോൾ -16 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ഇവിടെ നോക്കുക, ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പോൾ റൂട്ട് -16 ആണ്. അപ്പോൾ ഈക്വൽ ടു -4 ആയിരിക്കും നമുക്ക് വരിക. അപ്പോൾ അതെന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും റിയൽ റൂട്ട് കിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ -2 പ്ലസ് ഓർ മൈനസ് 4 ആണ്, -4 വന്ന് പ്ലസ് അപ്പോൾ -4, നമുക്ക് മൈനസ് ആണ് ഇവിടെ വരുന്നതെന്ന് അറിയാം. അപ്പോൾ നമ്മൾ രണ്ട് ഇതും വെച്ച് നമ്മൾ ചെയ്യണം. അപ്പോൾ -2 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 10 ചെയ്യുന്ന സമയത്ത് നമുക്ക് 2/10 കിട്ടും. ദെൻ -2 മൈനസ് 4 ഡിവൈഡഡ് ബൈ 10 ചെയ്യുന്ന സമയത്ത് നമുക്ക് -6/10 കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 2/10 ഓർ -6/10 ആയിരിക്കും. ഇനി വേറൊരു പ്രോബ്ലം ഉണ്ട്, വേറൊരു ടൈപ്പാണത്, നോക്കുക. എക്സ് സ്ക്വയർ മൈനസ് 8 ഈക്വൽ ടു -2x. അപ്പോൾ ഇവിടെ നോക്കൂ, എക്സ് സ്ക്വയർ മൈനസ് 8 ഈക്വൽ ടു -2x ആണ് തന്നിരിക്കുന്നത്. എക്സ് സ്ക്വയർ മൈനസ് 8 ഈക്വൽ ടു -2x. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ രൂപത്തിൽ ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തുള്ള റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തുള്ള -2xനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 8 -2x ഇങ്ങോട്ട് വരുമ്പോൾ +2x ഈക്വൽ ടു 0. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലേക്ക്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 8 ഈക്വൽ ടു 0 കിട്ടും. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. എ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 1, ബി എന്ന് പറയുന്നത് 2 ആണ്, സി എന്ന് പറയുന്നത് -8 ആണ്. നമ്മുടെ ഇക്വേഷനായ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2aയിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2 സ്ക്വയർ മൈനസ് 4 × 1 × -a ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 4 മൈനസ് -32 ഡിവൈഡഡ് ബൈ 2. ആ മൈനസും കൂടെ പ്ലസ് ആവും.
അപ്പോൾ -2 +or -√4 + 32 / 2. അപ്പോൾ നമുക്ക് b² - 4ac എന്ന് പറയുന്നത് √36. അപ്പോൾ അതിൻ്റെ 6 ആണ്. അപ്പോൾ അതൊരു പോസിറ്റീവ് നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ അവിടെയും റിയൽ റൂട്ട് ഉണ്ടാവും. അപ്പോൾ സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ -2 +or -6 / 2 കിട്ടും. അപ്പോൾ -2 + 6/2 എന്ന് പറയുമ്പോൾ നമുക്ക് 2ഉം -2 - 6/2 എന്ന് പറയുന്നത് -4ഉം കിട്ടും. അപ്പോൾ x എന്ന് പറയുന്നത് 2ഉം അല്ലെങ്കിൽ -4ഉം ആയിരിക്കും. ഇങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്.